ഹായ് വെൽക്കം ടു ഈസി എക്സ്പേർട്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വന്നത് ഓൺലൈനിലൂടെ എങ്ങനെ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഓൺലൈനിലൂടെ പൈസ ഉണ്ടാക്കുന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് വെബ്സൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്കില്ലൊന്നും അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഓൺലൈനിലൂടെ പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയുന്നതിന് വേണ്ടി വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഓൺലൈൻ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ പ്രൊഡക്റ്റ് ഒരു പ്രോബ്ലം സോൾവിങ് ആയിരിക്കണം. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ത് പ്രോബ്ലമാണ്, മാർക്കറ്റിൽ എന്ത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇവൻ ഞാനിപ്പോൾ ഫൈൻഡ് ചെയ്തേക്കുന്ന ഷൂ ആണ് ഞാൻ സെല്ലിന് എടുത്തേക്കുന്ന ഒരു പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റിൽ ഇപ്പോൾ നല്ല ക്വാളിറ്റി ഷൂസൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒരു 1000 രൂപ 2000 രൂപയൊക്കെ കൊടുത്താൽ, 1000 രൂപയ്ക്ക് കിട്ടില്ല, എന്നാലും 2000 രൂപയ്ക്ക് മുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഷൂസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഒരു 500 രൂപ 600 രൂപയ്ക്ക് ഷൂ പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് അത്ര ബെസ്റ്റ് ക്വാളിറ്റി ഷൂസ് മാർക്കറ്റിൽ കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തി എങ്ങനെ ബെസ്റ്റ് ക്വാളിറ്റി ഷൂസ് ചീപ്പ് റേറ്റിൽ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ സ്റ്റഡി നടത്തിയപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ചുള്ള ബയേഴ്സിനെ കുറിച്ചൊക്കെയുള്ള കുറച്ച് കോൺടാക്ട്സ് കിട്ടി. ഞാൻ അതിൻ്റെ കുറച്ച് ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഓൾറെഡി ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എക്സ്പോർട്ടിന് ഓർഡർ വന്നിട്ടുണ്ട്, ഷൂവിൻ്റെ കുറച്ച് ഓർഡർ. ഇപ്പോൾ എനിക്ക് US-ലേക്കും ദുബായിലേക്കൊക്കെ ഷൂസിന് ഓർഡർ ഉണ്ട്. അപ്പോൾ എനിക്കൊരു ബൾക്ക് ക്വാണ്ടിറ്റി ഷൂ എന്താണല്ലോ എക്സ്പോർട്ട് ആവശ്യത്തിന് പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ എവിടെയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ഷൂ കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ പല സ്ഥലങ്ങളിലും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. ഇപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് ഇന്ത്യയിൽ നിന്ന് തന്നെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ പ്രോഡക്റ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യാം. ഇപ്പോൾ ഇന്ത്യയിൽ കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്ലാനിലാണ് ഞാൻ ആദ്യം സെർച്ച് ചെയ്ത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആഗ്ര വിസിറ്റ് ചെയ്തു. ആഗ്രയിലുള്ള ഷൂവിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ എടുത്തു. ഡൽഹിയിലുള്ള ഷൂവിൻ്റെ പ്രൈസ്, അങ്ങനെ ജയ്പൂരിലുള്ള ഷൂവിൻ്റെ പ്രൈസ്. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിൽ ഞാൻ എൻക്വയറി നടത്തി. ഇതിനുവേണ്ടി കുറേ റിസർച്ചൊക്കെ നടത്തിയപ്പോൾ എനിക്ക് കുറച്ച് ബെസ്റ്റ് ഷൂസിൻ്റെ ഐഡിയാസ് കിട്ടി. ബെസ്റ്റ് ഷൂസ് ബെസ്റ്റ് റേറ്റിൽ എവിടെ കിട്ടും എന്നുള്ളൊരു ഐഡിയ കിട്ടി. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റിൽ ചെയ്യേണ്ട കാര്യം. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ എവിടെ കിട്ടും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഷൂ അല്ല മറ്റേത് പ്രോഡക്റ്റാണ് സെല് ചെയ്യുന്നതെങ്കിലും നമ്മൾ ഈ ഒരു കറൻ്റ്ലി മാർക്കറ്റിലെ പ്രോബ്ലം, അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു 500 to 700 എന്ന് പറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഷൂസ് ഓൺലൈനിലൂടെ സെല് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ റിസർച്ച് നടത്തിയത്. ഫൈനലി എനിക്ക് മനസ്സിലായത് പോസിബിൾ ആണ്. അതിനും പറ്റിയ ഷൂസ് നമുക്ക് അത്രയും ബെസ്റ്റ് റേറ്റ് കിട്ടുമെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പം എൻ്റെ ഒരു എന്താ പറയുക, ഫസ്റ്റ് ഒരു ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രൈസ് പോയിന്റ് തന്നെയാണ്. പ്രൈസ് പോയിന്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് മാർക്കറ്റിൽ ഇപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് സെല് ചെയ്യുന്ന പ്രൊഡക്റ്റിനേക്കാളും ബെസ്റ്റ് പ്രൈസിലാണ് നമ്മൾ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നായിരിക്കും ആളുകൾ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള സാധ്യതകൾ. ഇപ്പോൾ ഒരേ പ്രൊഡക്റ്റ് തന്നെ പല സ്ഥലങ്ങളിൽ പല പ്രൈസ് ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവുള്ള ആൾക്കാർക്കും ബിസിനസ് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ പ്രൈസിൽ നമുക്ക് നമ്മുടെ ഓഡിയൻസിന്, നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പർച്ചേസ് ചെയ്യുന്നിടത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ പർച്ചേസ് ചെയ്യണം. അപ്പോൾ അവരുമായിട്ട് പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ തന്നെ ആയിരിക്കണം നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. അത് നമ്മൾ പർച്ചേസിങ്ങിന് മുമ്പ് തന്നെ നമ്മൾ ഉറപ്പ് വരുത്തണം. കാരണം നമ്മൾ കൂടിയ റേറ്റിലാണ് ഇത് പർച്ചേസ് ചെയ്തെങ്കിൽ നമുക്ക് സെല്ല് ചെയ്യുമ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മാർക്കറ്റിലെ കറക്റ്റ് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയിട്ട് ഏറ്റവും ബെറ്റർ പ്രൈസിൽ നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് സെക്കൻഡ് സ്റ്റേജ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അധികം മാർജിൻ ഇടാം. ശരിക്കും ബിസിനസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ മാർജിൻ ഇട്ട് ബിസിനസ് ചെയ്താൽ അത് മുന്നോട്ട് പോകത്തുള്ളൂ. പക്ഷേ നമ്മൾ ഒരു 2, 3, 4, 5 ഡിഫറെൻറ്റ് ടൈപ്പ് പ്രോഡക്റ്റ് നമ്മുടെ അടുത്ത് വേണം. അതിൽ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഐക്കോണിക് പ്രോഡക്റ്റ് ആയിരിക്കണം. ഈ പ്രോഡക്റ്റിന് നമ്മൾ അധികം മാർജിൻ ഇടരുത്. നമ്മൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ മേടിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നമ്മൾ കസ്റ്റമേഴ്സിന് സെല്ല് ചെയ്യണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു മൗത്ത് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി ഇന്ന വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഇന്ന ഫേസ്ബുക്ക് പേജിൽ ഇന്ന കമ്പനി അല്ലെങ്കിൽ ഇന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇത്ര ബെസ്റ്റ് റേറ്റിൽ ഇത്ര നല്ല പ്രൊഡക്റ്റ് കിട്ടുന്നൊരു ഐഡിയ ആളുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് എൻക്വയറീസ് കിട്ടും. ഓക്കെ, രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രൈസ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു 3 or 4 ഡിഫറെൻറ്റ് പ്രൈസുകൾ സെറ്റ് ചെയ്യും. അപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ സെല് ചെയ്യുന്ന ഷൂസിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 299 റുപ്പീസിന് കൊടുക്കും, 399 ഉണ്ട്, 350 ഉണ്ട്, 499, 500. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ എന്ന് വെച്ചാൽ സാധാരണ ഒരാളൊരു ഷൂ മേടിക്കാൻ വരുമ്പോൾ 299 റുപ്പീസിൻ്റെ ഷൂസ് നമ്മുടെ അടുത്ത് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരാൾ നമ്മുടെ അടുത്ത് എൻക്വയറി നടത്തുന്നത്. അപ്പോൾ നമ്മൾ ആ ഷൂസിൻ്റെ മോഡൽസും കാര്യങ്ങളും കാണിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് ഒരു 300ൻ്റെ ഷൂ 399 ഷൂടെ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ ഒരു ഷൂ ഉണ്ട്. അപ്പോൾ ഇത് തമ്മിലൊരു 100 റുപ്പീസിൻ്റെ ഡിഫറൻസ് വരത്തുള്ളൂ. ഇപ്പോൾ ഒരു 100 രൂപയോടെ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഷൂസ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ കസ്റ്റമർ 400ൻ്റെ ഷൂവിലേക്കോ അല്ലെങ്കിൽ 500ൻ്റെ ഷൂവിലേക്കോ
ജമ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ ജമ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 500 റുപ്പീസിൻ്റെ ഷൂവിൽ അത്യാവശ്യം മാർജിൻ ഉള്ള ഷൂസ് ആയിരിക്കും. അപ്പോൾ അത് നല്ല ക്വാളിറ്റിയുള്ള ഷൂ ആയിരിക്കും, അത്യാവശ്യം മാർജിൻ ഉള്ള ഷൂ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ കസ്റ്റമറിന് 299 ജസ്റ്റ് 499 ജസ്റ്റ് 599 കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അതാണ് പ്രൈസ് പോയിന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മുടെ സർവീസ് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഷൂ പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഷൂവിൻ്റെ കൂടെ കുറച്ച് സോക്സ്, 2-3 ജോഡി സോക്സ്, അതിൻ്റെ കുറച്ച് സോളുകൾ, കുറച്ച് ഇതിൻ്റെ ഷൂ കെട്ടുന്ന വള്ളി ഉണ്ടല്ലോ, ലേസ്, പിന്നെ കുറച്ച് ചോക്ലേറ്റ്സോ അങ്ങനെയുള്ള കുറച്ച് എന്തെങ്കിലും ഐറ്റംസ്, മേ ബി ഒരു ടീഷർട്ടൊക്കെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഗിഫ്റ്റുകളോട് കൂടിയിട്ടാണ് നമ്മളൊരു 599 അല്ലെങ്കിൽ 699 ഒക്കെ പ്രൊഡക്റ്റ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ബയ്യറിന് നമ്മളെക്കുറിച്ച് നല്ലൊരു മെമ്മറീസ് ആയിരിക്കും. അവർക്ക് വീണ്ടും വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. എന്താ വെച്ചാൽ ഞാൻ കുറച്ച് കസ്റ്റമേഴ്സായിട്ട് സംസാരിച്ചപ്പോൾ, കസ്റ്റമേഴ്സില്ല, ഞാൻ ലാസ്റ്റ് ഒന്ന് ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ എൻ്റെ കൂടെ യാത്ര ചെയ്ത ഒരാളുമായിട്ട് ഞാൻ ജസ്റ്റ് സംസാരിച്ചു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു അവർ ഏതൊരു വെബ്സൈറ്റിൽ നിന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവർ ആ ഒരു ഷൂ അവിടുന്ന് പർച്ചേസ് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ടീഷർട്ട് ഫ്രീ കിട്ടി. അപ്പോൾ അവർക്കൊരു പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് ആയിപ്പോയി. അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എന്ത് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് അവർ അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ സർവീസിൽ വരുന്നതാണ്. പക്ഷെ നമുക്ക് അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ബെറ്റർ റേറ്റിൽ, ഇപ്പോൾ 100 റുപ്പീസിന് നമുക്ക് ടീഷർട്ട് കിട്ടുന്നുണ്ട്, ഒരു 300 റുപ്പീസിന് നമുക്ക് ഈ പറഞ്ഞ ഷൂസ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് 400 ആണെങ്കിൽ നമ്മൾ 700 റുപ്പീസിന് സെല് ചെയ്യുമ്പോൾ കൊറിയർ ചാർജ് 50 രൂപയും കഴിഞ്ഞിട്ട് 250 റുപ്പീസ് നമുക്ക് മാർജിൻ കിട്ടും. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ ഗിഫ്റ്റും കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമറായിട്ട് ഡീൽ ചെയ്യുന്ന രീതികൾ, പിന്നെ കസ്റ്റമറിന് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുക, അപ്പോൾ അവർക്ക് ഫോട്ടോസ് അയച്ചു കൊടുക്കുക, അങ്ങനെയുള്ള എല്ലാ അവരോട് ടോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് ഓൺലൈൻ ബിസിനസ്സിനെ വിജയിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത് പറയുന്നത്? വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമുക്ക് ഫേസ്ബുക്കിൻ്റെ തന്നെ ഒരു ഫ്യൂച്ചർ ഉണ്ട്, ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ്. ഇപ്പോൾ നിങ്ങൾ കൂടുതൽ ആളുകൾക്കും അറിയായിരിക്കും, ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് പ്രൊഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏറ്റവും ബെറ്റർ പ്രൈസിലുള്ള ഷൂസ് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ ലിസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഗ്രൂപ്പുകൾ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഷൂവിൻ്റെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പുകളിൽ ലിസ്റ്റ് ചെയ്യാം, നിങ്ങളുടെ പേജിൽ ലിസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ലിങ്ക് എടുത്തിട്ട് നിങ്ങൾക്ക് പല ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ ഷൂസ് എന്ന് പറഞ്ഞൊരു ഏരിയ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഫാഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫേസ്ബുക്ക് പേജുകളിലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മാർക്കറ്റ് പ്ലേസിൽ പ്രൊഡക്റ്റ് ഇട്ടിട്ട് അതിൻ്റെ ലിങ്ക് എടുത്തിട്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്യും. പിന്നെ എൻ്റെ പേജിൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് എടുത്തിട്ട് ഈ പറഞ്ഞ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്യും. അതിന് ഓർഗാനിക് റീച്ച് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എൻക്വയറീസ് വരാറുണ്ട്. ഈ എൻക്വയറി വരുന്ന ആളുകളുടെ എൻക്വയറി എടുത്തതിന് ശേഷം നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് അവരെ ഡീൽ ചെയ്ത് അവർക്കുള്ള പ്രൊഡക്റ്റ് നമ്മൾ കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കും. ഇത് ഒന്നാമത്തെ മെത്തേഡ്. ഇതിന് ഓർഗാനിക് റീച്ച് എന്ന് പറയും. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്രൊമോഷൻസ് ആണ്. 2, നമ്മൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യണം. നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ബയേഴ്സ് വേണം. നമുക്ക് നമ്മുടെ സെയിൽസിൻ്റെ വോളിയം കുറച്ച് കൂട്ടണമെന്നാണ് നിങ്ങളുടെ ഐഡിയ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഫീച്ചേഴ്സൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഫേസ്ബുക്കിൽ തന്നെ നമുക്ക് ഫേസ്ബുക്ക് ബിസിനസ് അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം ആഡുകൾ റൺ ചെയ്യാൻ പറ്റും. ഫേസ്ബുക്ക് ആഡ് റൺ ചെയ്യുമ്പോൾ നമ്മളൊരു ഡെയിലി ബഡ്ജറ്റ് ഒരു 400 റുപ്പീസോ 500 റുപ്പീസോ ഇട്ടിട്ട് ആഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം ഒരു 30-40 നല്ല ലീഡ്സ് കിട്ടും. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഒരു 20 ഷൂസൊക്കെ ഒരു ദിവസം നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റും. ഒരു ഷൂവിൽ നിങ്ങളൊരു 200 രൂപ അല്ലെങ്കിൽ 300 രൂപ മാർജിൻ ഇട്ടാൽ 10 ഷൂ നിങ്ങൾക്ക് സെല് ചെയ്യുമ്പോൾ ഒരു 2000-3000 റുപ്പീസാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ്. അപ്പോൾ നിങ്ങൾ 30 ഷൂ ആണ് ഒരു ദിവസം സെല് ചെയ്യുന്നതെങ്കിൽ നിയർലി 10,000 റുപ്പീസ് നിങ്ങൾക്ക് ഒരു ദിവസം ഏൺ ചെയ്യാൻ പറ്റും. ഇനി അതൊക്കെ പോട്ടെ, അത്രയൊന്നും ഏൺ ചെയ്യേണ്ട, ജസ്റ്റ് ഒരു 3,000 റുപ്പീസ് നിങ്ങൾ ഏൺ ചെയ്താൽ മതി. അപ്പോൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, പെർ മന്ത് നിങ്ങൾക്ക് എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും നല്ല പോസിബിലിറ്റീസ് ഓൺലൈനിലുണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ കാലം ഒരുപാട് അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഈ സാഹചര്യങ്ങളിൽ നമ്മളും അപ്ഡേറ്റഡ് ആണെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്ത് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സാധ്യതകൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ പല ബിസിനസ്സുകാരും ഇപ്പോൾ ഷോപ്പ് ഓണേഴ്സ് പറയുന്നുണ്ട് അവർക്ക് റെൻ്റ് അടയ്ക്കാനുള്ള പൈസ കിട്ടുന്നില്ല, എംപ്ലോയീസിന് സാലറി കൊടുക്കാനുള്ള പൈസ കിട്ടുന്നില്ല, ബിസിനസ് അത്ര ലാഭകരമല്ല. സോ പുതിയ ടെക്നോളജികൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. നമ്മൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചറിയാം, ഷോപ്പ് ഓണേഴ്സും അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾ അവരുടെ ബിസിനസ് നഷ്ടത്തിലാണെന്നും പറയും. അറ്റ് ദ സെയിം ടൈം ഇതേ സെയിം പ്രൊഡക്റ്റ് തന്നെ ഓൺലൈനിലൂടെ സെല് ചെയ്ത് ലക്ഷങ്ങൾ ലാഭം ഉണ്ടാക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. സോ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. മാർക്കറ്റിലെ പുതിയ ട്രെൻഡുകൾ മനസ്സിലാക്കി ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് ബിസിനസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ബിസിനസ്സിൽ നിങ്ങൾക്ക് സക്സസ് ആകാൻ പറ്റും. ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈസി എക്സ്പെർട്സിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.